കൂട്ടിക്കൊണ്ടു പോ ധനുഷ്. എല്ലാവരെയും എതിർത്ത് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പ്രയാസമാ. നീ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ഇവിടെ ഉള്ളവര്. അവരൊരിക്കലും നമ്മളെ തമ്മിൽ ഒരുമിക്കാൻ അനുവദിക്കില്ല. ഇനിയും നമ്മൾ ഇവരുടെ അനുവാദത്തിന് കാത്തുനിന്ന ഒരിക്കലും നമുക്ക് ഒരുമിക്കാനാവില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, മറ്റൊരുത്തിന്റെ താലിക്ക് കഴുത്ത് നീട്ടേണ്ടി വന്ന ധനുഷ് പിന്നെ ഒരിക്കലും എന്നെ കാണില്ല. സത്യമായിട്ടും കാണില്ല. താനിങ്ങനെ ഓരോന്നും പറയാതെ എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരം? ഞാൻ ഈ പറഞ്ഞതിൽ എന്ത് പരിഹാരമാ ധനുഷ് ഉണ്ടാക്കാൻ പോകുന്നത്? ഞാൻ പറയാം, അതുപോലെ തന്നെ താൻ അനുസരിക്കോ? ധനുഷ് പറയ്. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. എന്താ, നിനക്കെന്നെ വിശ്വാസമില്ലേ? അതല്ല, ഇത് പക്ഷേ ഒരു കുഴപ്പമുണ്ടാവില്ലെന്നേ ഞാനല്ലേ പറയുന്നേ. എന്താ സംഭവിച്ചോ? മറ്റു കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പാണെങ്കിൽ ഓക്കെ. ഒരു കുഴപ്പമുണ്ടാവില്ല. ഇനി ആ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ച് കൂടുതൽ ടെൻഷൻ ആവാതെ കിടന്നുറങ്ങാൻ നോക്ക്. ഞാൻ രാവിലെ വിളിക്കാം. ശരി. അപ്പോ ആദ്യം എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. എനിക്ക് 4 മക്കളാ, 3 ആണും ഒരു പെണ്ണും. എന്റെ മൂത്തവൻ നന്ദൻ ഇപ്പൊ സ്ഥലത്തില്ല. കമ്പനി ആവശ്യങ്ങൾക്ക് ബാംഗ്ലൂരിൽ പോയിരിക്കുക. ഇത് അവന്റെ ഭാര്യ അവന്തിക. ഇത് രണ്ടാമത്തവൻ സച്ചിദാനന്ദൻ. ഭാര്യ അർച്ചന. അർച്ചനയെ പിന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, മോളുടെ കൂടെ പഠിച്ചതല്ലേ. അർച്ചനയെ ഞങ്ങൾക്കറിയാം. ആ, ഇവൻ സന്ദീപ്, മൂന്നാമത്തവൻ. ഇതവന്റെ ഭാര്യ ആതിര. ഇത് മീര, അർച്ചനയുടെ സഹോദരന്റെ ഭാര്യ. ഇത് അവന്തികയുടെ അനിയത്തി അനഘ. ഇത്രയും ആളുകളാ ഇവിടെ ഉള്ളത്. ഇനി ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് രാജശേഖരൻ. ഹൈസ്കൂൾ അധ്യാപകനായി റിട്ടയർ ചെയ്തു. നമുക്കത്രയേ വേണ്ടൂ. മാട്രിമോണിയിൽ കൊടുക്കാമെന്ന് കരുതിയപ്പോ മോളാ പറഞ്ഞത് അർച്ചനയ്ക്ക് ഒരു അനിയത്തിയുണ്ടെന്ന്. എന്നാ പിന്നെ വന്ന് കാണാമെന്ന് കരുതി. ഞങ്ങൾക്കും മറ്റു ഡിമാൻഡൊന്നുമില്ല. പയ്യൻ സ്വഭാവം കൊണ്ട് നല്ലൊരുവനായിരിക്കണം, അത്രേ ഉള്ളൂ.
എങ്കിൽ ഞാൻ മോളെ വിളിക്കാം. ആയിക്കോട്ടെ. ആ മോളെ അർച്ചനെ, ആ. നീ ചെന്ന് സ്നേഹയോട് വരാൻ പറയും. ആ. മോളെ സച്ചേട്ടാ എന്താ ചെയ്യാ? സന്ദീപ സ്നേഹ കഥ ഓർക്കുന്നില്ല. ഞാൻ സച്ചേട്ടനെ കുറെ വിളിച്ചു. സ്നേഹ, സ്നേഹ, താഴെ എല്ലാരും വെയിറ്റിംഗ് ആണ്. സ്നേഹ, ഇവളെന്താ വാതിൽ ഉറക്കാത്തെ? സ്നേഹ, അവർ അന്വേഷിക്കുന്നുണ്ട് ഇവിടെ. സ്നേഹ, ഇനിയിപ്പോ എന്താ ചെയ്യാ? വിളിച്ചു. അല്ല, ഞാൻ ചോദിക്കുന്നത് കൊണ്ട് സാറിന് വിഷമമൊന്നും തോന്നരുത്. സാറിന്റെ മോക്ക് വിവാഹത്തിന് സമ്മതക്കുറവൊന്നുമില്ലല്ലോ. ഏയ് അങ്ങനൊന്നുമില്ല. അവള് വരാൻ വൈകുന്നതുകൊണ്ടാ രാജശേഖരൻ അങ്ങനെ ചോദിച്ചെങ്കിൽ താല്പര്യക്കുറവൊന്നും ആവില്ല. അവള് വരും. മുൻപ് ഇതുപോലൊരു സംഭവം ഉണ്ടായതുകൊണ്ട് അവൾക്കുള്ളില് സങ്കടം ഉണ്ടാവും. അത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. സ്നേഹേ, വാതിൽ ഉറക്കാൻ. സ്നേഹ, നിങ്ങളൊന്ന് മാറിയേ, ഞാനൊന്ന് നോക്കട്ടെ. സ്നേഹേ, സ്നേഹേ, മോളെ നീ ഒന്ന് വാതില് തുറക്ക്. ഞങ്ങളൊന്ന് പറയട്ടെ. സ്നേഹേ, വരുന്നവരുടെ മുമ്പിൽ ഒരുങ്ങിക്കെട്ടി നിൽക്കാനും നടക്കാത്ത വിവാഹത്തിന് വേണ്ടി സമയം കളയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനി എത്ര കൊമ്പത്തെ ആളായാലും ശരി, ആരുടെ കൂട്ടുകാരന്റെ അനിയനായാലും ചേട്ടനായാലും ശരി.